ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലെ നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണത്തിൽ PSC ചെയർമാനിലേക്ക് അന്വേഷണം നീളുന്നു. CPM അനുകൂല സർവീസ് സംഘടനാ നേതാവിന് ചട്ടങ്ങൾ മറികടന്ന് നിയമനം നൽകിയതിൽ ചെയർമാന് വ്യക്തമായ പങ്കുണ്ടെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾക്ക് വ്യക്തത വരുമെന്നും ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നു. എന്നാൽ ചെയർമാനെതിരെയുള്ള നീക്കം മറ്റൊരു അജണ്ടയുടെ ഭാഗമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണം. 58 മാർക്കിൻ്റെതായിരുന്നു 9 മുതൽ 18 വരെയുള്ള 10 ചോദ്യങ്ങൾ. ഇതിന് ഒന്നാം റാങ്കുകാരൻ ഒഴിവാക്കിയത് 6 ഉത്തരങ്ങളാണ്. അറ്റൻഡ് ചെയ്ത 4 ചോദ്യങ്ങളിൽ 2 എണ്ണത്തിൽ മാത്രമാണ് മികച്ച രീതിയിൽ ഉത്തരം നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാൾ അഭിമുഖം കഴിയുമ്പോൾ 1-ാം റാങ്കിൽ എത്തിയെന്നതാണ് ക്രമക്കേടിലേക്ക് വിരൽ ചൂണ്ടിയത്. പരീക്ഷയ്ക്ക് ശേഷമുള്ള അഭിമുഖത്തിൽ ചെയർമാൻ ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് ചെയർമാൻ കാണാതെ പ്രസിദ്ധീകരിക്കുകയുമില്ല. ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടെയാണ് ഇടതു നേതാവിനെ സഹായിക്കാൻ മൂല്യനിർണ്ണയം അട്ടിമറിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ചെയർമാന്റെ ഇടപെടൽ ബോധ്യമാകുമെന്ന് ക്രൈംബ്രാഞ്ച് കണക്കുകൂട്ടുന്നു. ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ചെയർമാനിലേക്കും എത്തും. ഉദ്യോഗസ്ഥർക്കെതിരായ നിയമ നടപടി ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും PSC ആസ്ഥാനത്തെത്തി പരീക്ഷാരേഖകളുടെ സർട്ടിഫൈഡ് കോപ്പി ആവശ്യപ്പെടും. മൂല്യനിർണ്ണയത്തിൽ ക്രമക്കേട് നടന്നില്ലായിരുന്നുവെങ്കിൽ 1-ാം റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥി റാങ്ക് പട്ടികയിൽ പോലും ഇടം നേടില്ല എന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഇതോടെയാണ് അന്വേഷണം PSC ചെയർമാനിലേക്കും ഉദ്യോഗസ്ഥരിലേക്കും എത്തുന്നത്. എന്നാൽ ചെയർമാനെതിരെയുള്ള നീക്കം മറ്റൊരു അജണ്ടയുടെ ഭാഗമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണം. അത് വേറൊരു അജണ്ടയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് PSC മുഖേനയാണ്. ആ PSCയുടെ കാര്യക്ഷമത അത് തകർക്കാനാകുമോ എന്നൊരു നോട്ടം നേരത്തെ തന്നെ ചിലർക്കുണ്ടായിരുന്നു. നിയമനത്തിന് തടസ്സങ്ങൾ വരണം, അതിന് PSCയെ ദുർബലപ്പെടുത്തണം എന്നൊരു തോന്നലുണ്ടോ? ആ അജണ്ടയുടെ ഭാഗമാണോ? അത് കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. PSC നിയമന ക്രമക്കേട് പുറത്തു വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് CPM വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.